ഇങ്ങനെയൊക്കെ ഒരു ഭരണാധികാരി ഉണ്ടോ? രാജ്യം ഏറ്റവും വലിയ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുക. ബംഗ്ലാദേശിനെയും പിന്തള്ളി, പാകിസ്ഥാനെയും പിന്തള്ളി ഇന്ത്യ രാജ്യം ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുക. സാമ്പത്തിക മാന്ദ്യം വന്നുകൊണ്ടിരിക്കുക. GST നോട്ട് നിരോധനവും ഒക്കെ പാവപ്പെട്ട കച്ചവടക്കാരുടെ നട്ടെല്ലൊടിച്ചു. നിങ്ങൾക്കറിയോ, നോട്ട് നിരോധനത്തോടുകൂടി GST അടിച്ചേൽപ്പിച്ചതിലൂടെ ഈ രാജ്യത്തെ എത്രയോ വലിയ കമ്പനികളാ പൂട്ടപ്പെട്ടത്. എത്രയോ കമ്പനികൾ പൂട്ടപ്പെട്ടു ഇന്ത്യ രാജ്യത്ത്. തൊഴിലില്ലായ്മ രൂക്ഷമായി. പാവപ്പെട്ട ജനങ്ങൾ പട്ടിണിയിലാണ്, ജനങ്ങൾ കഷ്ടപ്പാടിലാണ്. കേറിക്കിടക്കാൻ ഒരു കിടപ്പാടം പോലുമില്ലാതെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും പുറംപോക്കുകളിലും തെരുവുകളിലുമെല്ലാം തുണി വലിച്ചു കെട്ടി ടെന്റ് കെട്ടിയിട്ട് പാവപ്പെട്ട ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാ. പട്ടിണി മാറ്റാനുള്ള ഭക്ഷണമില്ല അവർക്ക്. ഒരു നേരം ശുദ്ധമായ വെള്ളം കുടിക്കുവാനുള്ള മാർഗങ്ങളില്ല. നമ്മൾ കാണില്ലേ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പ്രിയപ്പെട്ട മാതാവ് മരിക്കുമ്പോ, പ്രിയപ്പെട്ട ഭർത്താവോ ഭാര്യയോ പിഞ്ചുമക്കളോ മരിക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ പോലും ഹോസ്പിറ്റലുകളിൽ ആംബുലൻസ് ഇല്ലാത്തതിന്റെ പേരില് ആശുപത്രിയിൽ നിന്നും സൈക്കിളിന്റെ പിന്നിൽ നമ്മള് സാധനങ്ങൾ ആശുപത്രി കടകളിൽ നിന്ന് സൈക്കിളിന്റെ പിന്നിൽ കെട്ടിവെച്ചുകൊണ്ട് വരൂലേ, അതുപോലെ മരണപ്പെട്ടുപോയ പിഞ്ചുമക്കളുടെയും മാതാവിന്റെയും പിതാവിന്റെയും ശരീരം സൈക്കിളിന്റെ പിന്നിൽ ക്യാരിയറിൽ വലിയ മീൻ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകുന്ന പോലെ കെട്ടിവെച്ച് കലയും തലയും കാലും ഒക്കെ ഭൂമിയിൽ കിടന്ന് ഒരയുന്ന രീതിയിൽ കെട്ടിവെച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ട രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട്. അവിടെയാ ഗാന്ധിജി പറഞ്ഞത് ഉമറിന്റെ ഭരണം വേണം. ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്നത് എന്താ? കോടികൾ കട്ടുമുടിക്കുകയാണ്, കോടികൾ തിന്നുമുടിക്കുകയാണ്. അയൽ രാജ്യങ്ങളിൽ നിന്നും ജനപ്രതികൾ കാണാൻ വരുമ്പോ സ്വന്തം പേര് സ്വർണത്തിന്റെ നൂലിലകൾ കൊണ്ട് തുന്നിവെച്ചിരിക്കുന്ന 15 ലക്ഷം രൂപയുടെ കോട്ട്, ആ കോട്ട് ഇട്ടുകൊണ്ട് അയൽ രാജ്യത്തെ പ്രതിനിധികളെ സ്വീകരിച്ച ഭരണാധികാരികളെ നമുക്കറിയാം. എന്നാൽ അറിയോ, ഉമറിനെ കാണാൻ വേണ്ടി അയൽ നാട്ടിലെ പ്രതിനിധികൾ വരുമ്പോ അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്ന അധികാരത്തിന്റെ സ്ഥാനവസ്ത്രത്തിൽ 14 ഭാഗങ്ങളിൽ തുണ്ടം വെച്ച് തച്ചിരിക്കുക. ഇതാണ് ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആദിരാത്രിയുടെ നിശബ്ദതയിൽ ഉമറിന് ഉറക്കമില്ല. ഉമർ എഴുന്നേറ്റ് പൊട്ടിക്കരയാ, റബ്ബേ നീ എന്നെ ഏൽപ്പിച്ച അധികാര പരിധിക്കുള്ളിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരത്തെങ്ങാണം ഒരാട്ടിക്കുട്ടി പട്ടിണി കിടന്ന് ചത്തുപോയാൽ ഈ ഉമർ അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് കരയുമായിരുന്നു മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതാ ഒരു ഭരണം എന്ന് പറയുന്നത്, ഇതാ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലൊരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോ, നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? പള്ളിയുടെ വരാന്തകളിൽ കുറെ ആളുകൾ നിന്നിട്ട് ഭിക്ഷ യാചിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഭിക്ഷ യാചിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറെ വിളിച്ചു, ഇതെന്താ ഇത്? ഈ നാട്ടിൽ സക്കാത്തിന്റെ സംവിധാനം ഒന്നുമില്ലേ? ഇവർക്കൊക്കെ എന്തു പറ്റി? ഇവർക്ക് ഭക്ഷണവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത എന്താ? ഉടനെ ഗവർണർമാർ അറിയിച്ചു, ഇവിടെ സക്കാത്തുണ്ട്, സക്കാത്തൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവര് മുസ്ലിമീങ്ങളല്ല, മുസ്ലിം അല്ലാത്തവർക്ക് സക്കാത്ത് കൊടുക്കാൻ വകുപ്പില്ല, അതാണ് പ്രശ്നം. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു എന്ന് ചോദിച്ചു, എങ്കിൽ ഈ രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലയിൽ ഇവരുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാറില്ലേ, ജിസിയ വാങ്ങാറില്ലേ? അമുസ്ലിമുകളുടെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, കല്ലഫ്തുമൂഹുൽ ജിസിയത ഹത്താ ഇദാ ലഉഫ തറക്തുമൂഹും, അമുസ്ലിമുകളുടെ ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ജിസിയയും ടാക്സും ഒക്കെ കൃത്യമായി പിരിച്ചു വാങ്ങിയിട്ട് അവരിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ തെണ്ടാൻ പറഞ്ഞു വിടുകയാണോ? ഈ ആളുകൾക്കെല്ലാം അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള, ഭക്ഷണത്തിന് ആവശ്യമുള്ള, പാർപ്പിടത്തിന് ആവശ്യമുള്ള പണം ഇസ്ലാമിന്റെ പൊതു ഖജനാവിൽ നിന്നും എടുത്ത് ചെലവാക്കാൻ ഉത്തരവിടുകയുണ്ടായി സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാതെ മതം നോക്കി വീട് പൊളിച്ച് നടക്കുന്ന വർഗീയവാദിയായിരുന്നില്ല. മതം നോക്കിയിട്ട് തെരുവോരങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഒരു ഭരണ രാക്ഷസനായിരുന്നില്ല സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. തെറ്റുകൾ കാണിച്ചാൽ ആർക്കും തന്നെ ചോദ്യം ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നു. അവരെ ഭീകരവാദിയാക്കുന്നില്ല. നമ്മളെന്ന് കാണുന്ന എന്താ? തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാൽ അവൻ ഭീകരവാദി. അങ്ങനെയുള്ള മാധ്യമങ്ങളെ തകർത്ത് തരിപ്പണമാക്കുക,
അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ ഭീകരവാദ പട്ടികയിൽ കുടുക്കിയിട്ട് നിരോധിക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യുക, തന്നെ ചോദിക്കുന്നവരെയെല്ലാം ജയിലിലടക്കുക, അതിക്രൂരമായവരെ കശാപ്പ് ചെയ്യുക, വെറും വിചാരണ തടവുകാരായി തന്നെ വർഷങ്ങളോളം അവരുടെ ജീവിതം തകർത്ത് കളയുക. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം അങ്ങനെയായിരുന്നോ? നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്നത് എന്റെ യുവസമൂഹം പഠിക്കണം മക്കളെ. ഉമർ ആരായിരുന്നു എന്ന് പഠിക്കണം. ഉമറിന്റെ ഭരണം എന്തായിരുന്നു എന്ന് പഠിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചില സഹാബാക്കൾ ഒരു വിഷമമായിട്ട് വന്നു. എന്താ വിഷമം? ഇസ്ലാമില് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ മഹർ കൊടുക്കണം. മഹർ കൊടുക്കണം. ഈ മഹറിന് അങ്ങനെ പരിധിയൊന്നുമില്ല. എത്ര വേണേലും മഹർ വാങ്ങിക്കാം, എത്ര വേണേലും. മഹർ പെണ്ണിന്റെ അവകാശമാണ്. പെണ്ണത് ചോദിച്ചു വാങ്ങിക്കും. ഇതാ ഇസ്ലാം. നമുക്കിന്ന് മഹർ എന്നൊക്കെ പറയുന്നത് ഒരു 30 ഗ്രാം 40 ഗ്രാം, അതിനപ്പുറത്തൊക്കെ ഒന്നും ആരും കൊടുക്കൂല. മഹറിന്റെ കാര്യം പറയുമ്പോൾ ഗ്രാമിന്റെ കണക്കും, സ്ത്രീധനത്തിന്റെ കാര്യം പറയുമ്പോ കിലോയുടെ കണക്കുവാ. അപ്പൊ അങ്ങനല്ലേ? അവനൊക്കെ പോയി ഇപ്പൊ കിലോ കണക്കിന് ആ സ്വർണം 101 കിലോ 101 കിലോ സ്വർണം കൊടുക്കുന്നതാ ചില ആളുകള്. എത്രയോ എടുത്ത് നമ്മൾ കാണുക. 101 പവൻ സ്വർണം. ഈ സ്വർണമൊക്കെ ഇട്ട് എടുപ്പു കുതിരയെ പോലെ പെണ്ണിങ്ങനെ നിൽക്കുക. എന്നിട്ട് മഹറിന്റെ കാര്യം പറയുമ്പോഴോ ഒരു 40 ഗ്രാമിനപ്പുറം ഒന്നും മഹർ ഞാൻ എവിടെ കേട്ടിട്ടില്ല. 40 ഗ്രാമിനപ്പുറത്തൊന്നും അങ്ങനെ മഹർ ഇല്ല, പറയാറില്ല. മഹറൊക്കെ അത്രയുള്ളൂ. റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്താണെന്നറിയോ? അഹഖു ശുറൂതു അൻ തൂഫു ബിഹി മസ്തഹ്ലൽതും ബിഹിൽ ഫുറൂജ്. വിവാഹത്തിന്റെ സദസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടാൻ അർഹതയുള്ള ഒരേ ഒരു സാമ്പത്തിക ഇടപാട് സ്ത്രീധനമോ അല്ല, പോക്കറ്റ് മണിയല്ല, അച്ചാരമല്ല, പിന്നെന്താ? മഹർ എത്ര കൊടുക്കും? ഇവനെ ഈ പെണ്ണിനെ അങ്ങോട്ട് ഭാര്യയായി കൊടുക്കുന്നതിന് പകരം അവളുടെ ശരീരത്തിലൊന്ന് തൊടുന്നതിന് മഹർ കൊടുക്കണം. അവള് ചോദിക്കുന്ന മഹർ കൊടുക്കണം. അതാ ഇസ്ലാം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അങ്ങനെ. ചോദിക്കുന്ന മഹർ കൊടുക്കണം. അപ്പോ ഈ പെണ്ണുങ്ങളൊക്കെ വലിയ മഹർ ചോദിക്കുക. നമ്മൾ ഇന്ന് സ്ത്രീധനം ചോദിക്കുന്ന പോലെ. ചില സഹാബാക്കൾ വന്നിട്ട് ഉമർ റളിയല്ലാഹുവിനോട് വിഷമം പറഞ്ഞു, ഇതിലൊന്ന് ഇടപെടണം, ഈ മഹറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതുകൊണ്ട് ഈ മഹറിന്റെ കാര്യത്തിൽ ഒരു പരിധി, അതിനപ്പുറത്തേക്ക് ചോദിക്കരുത് എന്ന് സ്ത്രീകളോടൊന്ന് പറയണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു രാജ്യത്ത്. ഇനി മുതൽ മഹർ അധികമായി ചോദിച്ച് ഈ പുരുഷന്മാരെ ബുദ്ധിമുട്ടിക്കരുത്. ഒരു പരിധി നിശ്ചയിച്ച് അതിനപ്പുറത്തേക്ക് മഹർ പോകരുത്. അതിനപ്പുറത്തേക്ക് മഹർ ചോദിക്കാൻ പാടില്ല. അങ്ങനെ ഈ തീരുമാനമായി മുന്നോട്ട് പോകുമ്പോഴാ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു സ്ത്രീ വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിർത്തി. നമ്മൾ ആ ചരിത്രം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. വില്ലാളി വീരനായ വിജയേഷുവായ ചരിത്രത്തിന്റെ അന്നും ഇന്നും എന്നും ഏതൊരു ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവോ? ആ ഉമറിനെ ഒരു ഉമ്മ വന്നിട്ട് റോഡിൽ പിടിച്ചു നിർത്തുക. ഏ ഉമർ, അമീറുൽ മുഅ്മിനീൻ, താങ്കളാണോ ഈ മഹറിന്റെ കാര്യത്തിൽ പരിധി നിശ്ചയിച്ചത്? പറഞ്ഞു, അത് ആണുങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തോണ്ടൊരു പരിധി ഞാൻ നിശ്ചയിച്ചു. ആ ഉമ്മ തിരിച്ചു ചോദിച്ചു, അള്ളാന്റെ റസൂല് ഞങ്ങൾക്ക് നിശ്ചയിക്കാത്ത പരിധി ഉമറെ നിങ്ങൾക്ക് എങ്ങനെ നിശ്ചയിക്കാൻ പറ്റും? പട്ടാപ്പകലെ പരസ്യമായി പിടിച്ചു നിർത്തിയിട്ട് ഭരണാധികാരിയെ ചോദ്യം ചെയ്യുക. ഇവിടെ ആണെങ്കിൽ പറഞ്ഞേനെ കടക്ക് പുറത്ത് എന്തൊക്കെ കൊല്ലാപ്പോളുണ്ടായേനെ. പട്ടാപ്പകല് പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുക. ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി. ഉമർ പറഞ്ഞു, ഉമറിന് തെറ്റുപറ്റി. എന്റെ ആ തീരുമാനം തെറ്റായി പോയി. ഈ ഉമ്മ, ഈ സ്ത്രീ ഉമറിനെ തിരുത്തിയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ നിയമം മാറ്റി. മഹറിന് ഒരു പരിധിയില്ല. ഞാനിത് പറഞ്ഞത് പരസ്യമായി തന്നെ ചോദ്യം ചെയ്യാൻ പോലും ജനങ്ങൾക്ക് അവകാശം ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കുമായിരുന്നു. തന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശം, തന്റെ തെറ്റുകൾ തിരുത്താനുള്ള അവകാശം കൊടുക്കും. എല്ലാ ജനങ്ങൾക്കും തുല്യാവകാശമായിരുന്നു. അവർക്ക് ജീവിക്കാൻ, അവർക്ക് താമസിക്കാൻ തുല്യാവകാശം. ഓരോ മതത്തിൽപ്പെട്ടവർക്കും അവരവരുടേതായ സംരക്ഷണം ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കും. മതം നോക്കിയിട്ട് വീട് പൊളിക്കുന്നില്ല, മതം നോക്കിയിട്ട് പള്ളി പൊളിക്കുന്നില്ല, അവകാശങ്ങൾ ഇല്ലാതാക്കുന്നില്ല.
ഒരു ദിവസം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് വരികയാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ പ്രദേശത്തുള്ളവർ വിദൂരത്തുള്ള ഒരു ജൂത കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് പരാതി അയക്കുകയാ. എന്താണ് അതിൽ പറയുന്നതെന്നറിയുമോ? അല്ലയോ ഉമർ തങ്ങളേ, താങ്കളുടെ ഭരണത്തിന്റെ കീഴിലുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണാണ് ഞാൻ. എന്നാലോ ഇന്നിതാ എന്റെ വീടെനിക്ക് നഷ്ടമാവുകയാണ്. താങ്കൾ ഭരണമേൽപ്പിച്ചിരിക്കുന്ന ഗവർണർ എന്റെ വീട് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാ. എന്നിട്ടതിൽ വിശദമായി എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ഭരണാധികാരി ഇവിടെ പള്ളി വിശാലമാക്കുന്നതിന്റെ ഭാഗമായി പള്ളിക്ക് തൊട്ടടുത്തുള്ള എന്റെ വീട് വിലക്ക് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, വർഷങ്ങളായി താമസിക്കുന്ന വീട് എനിക്ക് വിട്ടുതരാൻ പറ്റൂല. എനിക്ക് എന്റെ കുടുംബത്തിലെ കാരണവന്മാരായി കൈമാറി നൽകപ്പെട്ട വീടാ, അതുകൊണ്ട് ഈ വീട് തരാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ടും പലപ്പോഴും പല വിലയുമായി വന്നിട്ടും എനിക്ക് നൽകിയില്ല. അങ്ങനെ പിന്നീടൊരിക്കൽ വന്ന് ബലം പ്രയോഗിച്ചെന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇപ്പോൾ എനിക്കൊരു വലിയ വീട് സമ്മാനമായി തരികയാ. എന്നാൽ ഉമർ തങ്ങളേ, ഞാനിതിൽ തൃപ്തയല്ല. എനിക്ക് എത്ര തന്നെ പണം തരുമെന്ന് പറഞ്ഞാലും, എനിക്ക് എത്ര വലിയ വീട് തരാമെന്ന് പറഞ്ഞാലും എന്റെ ആ പഴയ വീട് ഉപേക്ഷിച്ച് ഒരു പുതിയ വീട്ടിലേക്ക് പോകാൻ ബഹുമാനനായ ഉമർ തങ്ങളെ എന്നെക്കൊണ്ട് കഴിയൂല. ആ സ്ത്രീ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് പരാതി അയക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വിശാലമായ പ്രവിശ്യയുടെ കീഴിലുള്ള ഗവർണറെ മദീനയിൽ വിളിച്ചു വരുത്തുകയാ. എന്നിട്ട് അദ്ദേഹത്തോട് കാര്യമന്വേഷിക്കുകയാ. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമർ തങ്ങളെ, നമ്മൾ ഭരണം നടത്തുന്ന രാജ്യത്ത് ജനങ്ങൾ ഒരുപാട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. എല്ലാവർക്കും നിസ്കരിക്കാനുള്ള സൗകര്യം നമ്മുടെ പള്ളിക്കുള്ളിൽ ഇല്ലാതെയായി പോയി. ജുമുഅ ജമാഅത്തുകൾ നടത്തുമ്പോൾ പലരും പള്ളിക്ക് പുറത്താ നിസ്കരിക്കുന്നത്. അങ്ങനെ പള്ളി വിശാലമാക്കുന്നതിന്റെ ഭാഗമായി തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ വലിയ പണം കൊടുത്തുകൊണ്ട് നമ്മൾ വാങ്ങുകയാ. ആ സ്ഥലത്തേക്ക് പള്ളി വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാ. അങ്ങനെയാ തൊട്ടടുത്തൊരു ജൂത പെണ്ണിന്റെ വീടുണ്ടെന്നറിഞ്ഞത്. ആ വീട് നമ്മൾ വിലക്ക് ചോദിച്ചു. അവരാ വീട് തരാൻ തയ്യാറായില്ല. പലപ്പോഴും ആളെ അയച്ചു, അവരത് വിൽക്കാൻ തയ്യാറല്ല. ഞാൻ തന്നെ നേരിട്ട് പോയി അവരുടെ വീടിന് പകരമായി ഇരട്ടി വില കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും പള്ളിയുടെ വിശാലതയ്ക്ക് വേണ്ടി ആ വീട് തരാനാ മുസ്ലിമായ പെണ്ണ് തയ്യാറാകുന്നില്ല. അവസാനം അവരുടെ ആ വീടിന് ഇരട്ടി വില കൊടുക്കുകയും അവരുടെ വീടിനേക്കാൾ വലിയൊരു വീടൊരുക്കുകയും ചെയ്തിട്ട് അവരെ ബലമായി ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ ചെയ്തത്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ലോ, കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടല്ല. അദാനിക്കും അംബാനിക്കും വലിയ കമ്പനികൾ പണിയാൻ വേണ്ടി ജനങ്ങളെ കുടിയൊഴിപ്പിച്ചതല്ല. അതല്ല എങ്കിലോ മറ്റേതെങ്കിലും കാര്യത്തിനല്ല. ആ ഗവർണർ ബോധിപ്പിക്കുന്ന തങ്ങളെ, പള്ളിയുടെ വിശാലതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവരെ കുടിയൊഴിപ്പിച്ചത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കോപം കൊണ്ട് ജ്വലിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ ചുമന്നു. ആ ഉമർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ പള്ളി വിശാലമാക്കാൻ ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയോ ഒരിക്കലും നടക്കൂല. ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവിറക്കി, എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അവരുടെ വീട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. പള്ളിയുടെ വിശാലത കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉമറിന്റെ ഭരണത്തിന്റെ കീഴിൽ ഒരാളും ബുദ്ധിമുട്ടാൻ പാടില്ല. അവരുടെ വീട് അവർക്ക് തിരിച്ചു കൊടുക്കുക. അവർക്ക് കൊടുത്ത പണം തിരികെ വാങ്ങാൻ പാടില്ല. അവർക്ക് കൊടുത്ത പുതിയ വീട് തിരികെ വാങ്ങാൻ പാടില്ല. എന്ന് മാത്രമല്ല, അവരെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും നഷ്ടപരിഹാരം അവരാവശ്യപ്പെട്ടാൽ അതുകൂടി അവർക്ക് കൊടുത്തിട്ട് അവരുടെ കാര്യമൊക്കെ സമാധാനമാക്കിയിട്ട് നിങ്ങളുടെ ഗവർണർ സ്ഥാനം രാജിവെച്ചിട്ട് മദീനയിലേക്ക് മടങ്ങി വരിക. ഒന്ന് ചിന്തിക്കണേ, അല്ലാഹുവിന്റെ പള്ളി വിശാലമാക്കുന്ന കാര്യത്തിൽ പോലും ഒരു മുസ്ലിമായ സ്ത്രീയെ പോലും ഉമർ റളിയല്ലാഹു അൻഹു പരിഗണിച്ചു എങ്കിൽ ഇന്ത്യക്ക് വേണ്ടത് ഇങ്ങനെയുള്ള ഭരണമല്ലേ?
ഇന്ത്യ രാജ്യം കൊതിക്കുന്നത് ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഭരണമല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വർത്തമാന കാലഘട്ടത്തിലും ഉമറിന്റെ പ്രസക്തി എന്തെന്നറിഞ്ഞ് ആരാ ഉമറുൽ ഫാറൂഖ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഉമറിനെ പിൻപറ്റുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, പഠിക്കണം. ആരാണ് ഈ ഉമർ? ഈ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആരാ? എങ്ങനെ ഇവിടേക്ക് എത്തി? എന്റെ ചെറുപ്പക്കാർ പഠിക്കണം. പൊന്നുമക്കളെ, നിങ്ങളുടെ ഈ പ്രായം ഉമറായി മാറണം, ഉമറായി മാറണം. ഇന്ന് തീരുമാനം, ഈ രാത്രി തീരുമാനമെടുക്കിൻ. ഇനി എന്റെ റോൾ മോഡൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ പള്ളിയിൽ ചെറുപ്പക്കാരില്ല. നീ എന്ത് കരുതി? അള്ളാഹുവിന്റെ വിളിക്കുത്തരം കൊടുത്ത് പള്ളിയിലേക്ക് വരാതെ, നിസ്കാരം കൃത്യമായി നിർവഹിക്കാതെ ആ ഉമറുൽ ഫാറൂഖ് പോകുന്ന സ്വർഗത്തിൽ പോകാമെന്ന് കരുതുന്നുണ്ടോ ചെറുപ്പക്കാരാ? ആ ഉമറിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി അവർക്കുള്ള ശിക്ഷകളെ അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അക്കൂട്ടത്തിൽ പറഞ്ഞൊരു ശിക്ഷയാണ് ലൈസ ലഹു ഹഖ്ഖുൻ ഫീ ദുആഇ സ്വാലിഹീൻ. സ്വാലിഹീങ്ങളുടെ ദുആയിൽ അവർക്കൊരു പങ്കു ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ലാത്തവന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദുആയിൽ പോലും പങ്കാളിത്തം ഉണ്ടാകില്ല. പിന്നെ എങ്ങനെയാ പൊന്നുമോനെ രക്ഷപ്പെടുന്നത്? എങ്ങനെയാ രക്ഷപ്പെടുന്നത്? ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നവരാകണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമ്മൾ ഏറ്റെടുക്കണം. ഒരു ചരിത്രവും കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. ആ ഖത്താബിന്റെ മകൻ ഉമർ, ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കാൻ പോലും തയ്യാറായിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം മാനിച്ച് ആയത്തിറക്കിയിട്ടുണ്ട്. അറിയുമോ ചരിത്രം? ബദർ യുദ്ധം കഴിഞ്ഞു. ബദറിൽ നിന്ന് 70ഓളം ഇസ്ലാമിന്റെ ശത്രുക്കൾ 70 പേര് ചത്തു. 70 പേരെ ജീവനോടെ പിടിച്ചുകൊണ്ടുവന്നു മദീനത്തെ പള്ളിയിൽ കെട്ടിയിട്ടു. മദീനത്തെ പള്ളിയിലെ തൂണുകളിൽ കെട്ടിയിട്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ വിളിച്ചു. സ്വഹാബാക്കളോടൊരു മശൂറ നടത്തി. ഈ ജീവനോടെ കൊണ്ടുവന്ന 70 പേരെ എന്ത് ചെയ്യണം? അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം? സഹാബാക്കളെ ഒക്കെ വിളിച്ചു. എല്ലാവരും ഉണ്ട്. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കറേ, വമാ റഅയുക യാ അബൂബക്കർ, അബൂബക്കറേ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ പിടിച്ചുകൊണ്ടുവന്ന 70ഓളം ആളുകളെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ താങ്കളുടെ അഭിപ്രായം? ഉടൻ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഇവരൊക്കെയും നമ്മളെ കുടുംബക്കാരല്ലയോ? ഒരു കാലത്ത് മക്കയിലെ നമ്മളെ കുടുംബക്കാരായിരുന്നു ഇവർ, നമ്മുടെ അയൽവാസികളായിരുന്നു ഇവർ, നാമുമായി ബന്ധമുണ്ടായവരായിരുന്നു ഇവർ. ഇസ്ലാമിന്റെ ശത്രുക്കളായ ഇവരിതാ ബദറിലേക്ക് വന്ന് നമ്മളോട് യുദ്ധം ചെയ്യുകയുണ്ടായി. അവസാനം ഇവരെ നമ്മൾ ജീവനോടെ പിടിക്കുകയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ റസൂലേ, നമുക്ക് ഇവരെയെല്ലാം വെറുതെ വിടാമല്ലോ നബിയേ, ഇവരെയെല്ലാം നമുക്ക് വെറുതെ വിടാമല്ലോ നബിയേ. ഇവരുടെ കയ്യിൽ നിന്നും മോചനദ്രവ്യം വാങ്ങിയിട്ട് ഇവരെ എല്ലാവരെയും നമുക്ക് വെറുതെ വിടാം നബിയേ. ഇസ്ലാമിന് സമ്പത്തില്ലാത്ത സമയത്ത് വരുന്നതായ പണം നമുക്കൊരു മുതൽക്കൂട്ടല്ലയോ എന്ന് മാത്രമല്ല, നാം ഇവരോട് കരുണ കാണിക്കുന്നതിന്റെ ഭാഗമായി ഇന്നല്ലെങ്കിൽ നാളെ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വരില്ലേ ഹബീബേ? അതുകൊണ്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, നമുക്ക് ഇവരെയെല്ലാം വെറുതെ വിടാം നബിയേ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനം പറഞ്ഞു. രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്, വമാ റഅയുക യാ ഉമർ, ഏ ഉമറേ താങ്കളുടെ അഭിപ്രായം എന്താ?
ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, വല്ലാഹി മാ അറാ മാ റആ അബൂബക്കർ ഹബീബായ നബിയേ, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, അബൂബക്കർ പറഞ്ഞ തീരുമാനത്തോട് ഉമർ യോജിക്കില്ല നബിയേ. ഇസ്ലാമിന്റെ ശത്രുക്കളെ വെറുതെ വിടാൻ ഞാൻ അനുവദിക്കില്ല ഹബീബേ. ഇവര് നമ്മളെ രക്തബന്ധുക്കൾ തന്നെയാ, ഇവര് നമ്മുടെ കുടുംബക്കാര് തന്നെയാ, ഇവര് നമ്മളുടെ കൂട്ടുകാര് തന്നെയാ. എന്നാലും മക്കയിൽ നിന്ന് നമ്മളെ ആട്ടിയോടിച്ചവരല്ലേ ഹബീബേ. ഈ മദീനയിലും നമ്മെ ജീവിക്കാൻ അനുവദിക്കാതെ നശിപ്പിക്കാൻ വന്നവരാ എന്ന് മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണട്ടെ നബിയേ, രക്തബന്ധത്തെക്കാൾ ആദർശബന്ധത്തിനാണ് നമ്മൾ സ്ഥാനം കൊടുക്കുന്നതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണട്ടെ നബിയേ. അതുകൊണ്ട് ഹബീബേ, ഈ ഉമറിന്റെ അഭിപ്രായം നമുക്ക് ഇവരെ എല്ലാം കൊന്നു കളഞ്ഞേക്കാം നബിയേ, ഇവരെ നമുക്ക് വധശിക്ഷയ്ക്ക് വിധേയരാക്കാം നബിയേ. എങ്ങനെയെന്നറിയുവോ? നമ്മുടെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബക്കാരെ കൊള്ളട്ടെ നബിയേ. റസൂലുള്ളാഹിന്റെ മരുമകനായ അബുൽ ആസ് ഇബ്നു റബീഅയുണ്ടല്ലോ, റസൂലുള്ള തന്റെ മരുമകനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുക. അതേപോലെ തന്നെ അബൂബക്കറിന്റെ മകനുണ്ടല്ലോ, അബൂബക്കർ തന്റെ മകനെ കൊല്ലട്ടെ. അലിയുടെ സഹോദരനുണ്ടല്ലോ, അലി കൊല്ലട്ടെ. എന്റെ കുടുംബക്കാരുണ്ടെങ്കിൽ ഏൽപ്പിക്കുക, ഞാൻ അവരെ കൊന്നുകളയാം. അതുകൊണ്ട് അബൂബക്കറിന്റെ സംയമനം വേണ്ട നബിയേ. ഉമറിന്റെ തീരുമാനം പ്രതികാരമാ നബിയേ. റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും മശൂറ തുടരുകയാ. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അവസാനം അല്ലാഹുവിന്റെ ഹബീബ് എല്ലാവരോടും തീരുമാനങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഹബീബായ റസൂൽ എടുത്ത തീരുമാനമേതാ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എല്ലാവരെയും പണം വാങ്ങിയിട്ട് വെറുതെ വിടാം. ഇന്നല്ലെങ്കിൽ നാളെ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ എന്ന് മാത്രമല്ല, ഇപ്പൊ ഇസ്ലാമിക സമൂഹത്തിന് സാമ്പത്തികമായി കുറെ ആവശ്യങ്ങളുണ്ട്. ഇവര് തരുന്ന പണം കൊണ്ട് സാമ്പത്തിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമല്ലോ. നല്ല ഉദ്ദേശത്തോടെയാ അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനം പറഞ്ഞത്. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ സംയമനത്തിന്റെ തീരുമാനം എടുക്കുകയാ. അങ്ങനെ തീരുമാനം നടപ്പിലാക്കപ്പെട്ടു. എല്ലാവരും തീരുമാനമെടുത്ത് പിരിഞ്ഞുപോയി. കുറെ നേരം കഴിഞ്ഞ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കാണുന്ന കാഴ്ച എന്താ? അല്ലാഹുവിന്റെ ഹബീബ് കണ്ണീരൊഴുക്കുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാ. ഒപ്പം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമുണ്ട്. എന്തിനാ രണ്ടുപേരും കരയുന്നതെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാകുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹബീബായ മുത്തേ, താങ്കൾ കരയുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ കരയുന്നത് എന്തിനാ? ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും എന്ത് കാരണം കൊണ്ടാണ് കരയുന്നതെങ്കിലും നിങ്ങൾ രണ്ടുപേരെയും കരയിച്ച ആ കാര്യം ഉമറിനെയും കരയിക്കുന്ന കാര്യമാ. അതുകൊണ്ട് എന്താ കരഞ്ഞതെന്ന് പറയുവോ? പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഉമറിനോട് പറഞ്ഞു, ഉമറേ, മക്കയിൽ നിന്ന് നമ്മളോട് യുദ്ധത്തിന് വന്നതിന്റെ പേരില് ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് നമ്മൾ പിടിച്ചുകൊണ്ടുവന്ന 70ഓളം ബന്ധികളുണ്ടല്ലോ, അവരെ എന്ത് ചെയ്യണമെന്ന കൂടിയാലോചന നടത്തിയിട്ട് അവരിൽ 70 പേരെ നമ്മൾ പിടിച്ചുകൊണ്ടുവന്നിട്ട് ആ 70 പേരെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഉമറേ, അവിടെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത് സംയമനത്തിന്റെയും സമാധാനത്തിന്റെയും തീരുമാനമാ. പണം വാങ്ങിയിട്ട് അവരെയൊക്കെ വെറുതെ വിടാമെന്നാ. എന്നാൽ ഉമർ പറഞ്ഞതോ പ്രതികാരത്തിന്റെയും പോരാട്ടത്തിന്റെയും തീരുമാനമാ. എന്നാൽ ഉമറേ, അല്ലാഹുവിന്റെ റസൂലായ എനിക്കിഷ്ടപ്പെട്ടത് അബൂബക്കറിന്റെ സംയമനവും സമാധാനവുമാ. അതുകൊണ്ട് ഉമറിന്റെ പ്രതിരോധ പോരാട്ടത്തിന്റെ അഭിപ്രായം തെളിയിട്ട് അബൂബക്കറിന്റെ സംയമനത്തിന്റെ തീരുമാനം ഞാൻ എടുത്തില്ലേ ഉമറേ? എന്നാൽ അല്പം മുമ്പ് എന്റെ മുന്നിലേക്ക് വന്ന് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നു ഉമറേ. എന്നിട്ട് ജിബ്രീൽ വന്ന് എന്നോട് പറഞ്ഞത് എന്തെന്നറിയുവോ? നബിയേ, ബദറിൽ നിന്ന് കൊണ്ടുവന്ന 70ഓളം ബന്ദികളുടെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത് സമാധാനത്തിന്റെയും സംയമനത്തിന്റെയും തീരുമാനമാ. ഉമറുൽ ഫാറൂഖ് പറഞ്ഞത് പ്രതിരോധത്തിന്റെയും പ്രതികാരത്തിന്റെയും പോരാട്ടത്തിന്റെയും തീരുമാനമാ. അല്ലാഹുവിന്റെ റസൂലായ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത് അബൂബക്കറിന്റെ സംയമനവും സമാധാനവുമാ. ആ തീരുമാനം താങ്കൾ എടുത്തിരുന്നല്ലോ നബിയേ. എന്നാൽ പടച്ച തമ്പുരാൻ അല്ലാഹുവിന്റെ തീരുമാനവുമായി എന്നെ അയച്ചിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലായ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത് അബൂബക്കറിന്റെ സംയമനവും സമാധാനവുമാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടപ്പെട്ടത് ഉമറിന്റെ പ്രതികാരവും പോരാട്ടവുമായിരുന്നു നബിയേ. അല്ലാഹു ആയത്തിറക്കിയിരിക്കുന്നു നബിയേ. അല്ലാഹു ആയത്തിറക്കിയിരിക്കുന്നു നബിയേ. പാകാനലി നബിയിൻ അയ്യകൂന ലഹു അസ്റാ ഹത്താ യുഖിന ഫിൽ അർള് തുരീദൂന അർളദ് ദുനിയാ വല്ലാഹു യുരീദുൽ ആഖിറ. ഒരിക്കലും ശരിയായില്ല നബിയേ. ഉമറിന്റെ തീരുമാനം മാറ്റിയിട്ട് അബൂബക്കറിന്റെ തീരുമാനമെടുത്ത നബിയോട് അല്ലാഹു പറയുന്നു, നബിയേ, ഈ തീരുമാനം ശരിയായിരുന്നില്ല നബിയേ. ലൗലാ കിതാബും മിനല്ലാഹി സബക ലമസ്സകും ഫീമാ അഖൽതും അദാബുൻ അലീം. ഇങ്ങനൊരു തീരുമാനമെടുത്തതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ശിക്ഷ വരുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ ശിക്ഷ വരുമായിരുന്നു നബിയേ. എന്നാൽ മശൂറ ചെയ്തെടുത്ത തീരുമാനമായതുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെട്ടു നബിയേ. ഒന്ന് ചിന്തിക്കണം ചെറുപ്പക്കാരാ. ഒരു കാലത്ത് മക്കയെ വിറപ്പിച്ചുകൊണ്ട് നടന്ന ഖത്താബിന്റെ മകൻ ഉമർ, സകല വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന ഉമറുണ്ടല്ലോ, അന്ധവിശ്വാസത്തിന്റെ സഹചാരിയായിരുന്ന ഉമർ, അനാചാരങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന ഉമർ, 100 ഒട്ടകങ്ങൾക്ക് വേണ്ടി പുണ്യ ഹബീബിന്റെ തലയെറുക്കാൻ പോയ ഉമർ, ആ ഉമർ വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാമിന്റെ വക്താവായപ്പോൾ ആ ഉമറിന്റെ താല്പര്യവും അഭിപ്രായവും മാനിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു ആയത്തുകൾ ഇറക്കിയെങ്കിൽ ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിൽ മാറ്റം വന്നാൽ, വിശുദ്ധ ഖുർആനിന്റെ പ്രകാശം വന്നാൽ, പുണ്യ ഹബീബിന്റെ തിരുസുന്നത്തുകൾ വന്നാൽ, അല്ലാഹുവിന്റെ പള്ളികളുമായിട്ടുള്ള ബന്ധം വന്നാൽ, നിസ്കാരത്തെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ, വർത്തമാന കാലഘട്ടത്തിലെ ഉമറായി മാറാൻ കഴിഞ്ഞാൽ അല്ലാഹു തആല നിന്നെ സ്വീകരിക്കാൻ തയ്യാറാ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് അങ്ങനെ. മോശത്തരത്തിലും അന്ധവിശ്വാസത്തിലും നടന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ആളായി മാറിയപ്പോൾ ആ ഉമറിന്റെ താല്പര്യമനുസരിച്ച് ഖുർആനിൽ അല്ലാഹു തആല ആയത്ത് ഇറക്കിയെങ്കിൽ, എന്നെ കേൾക്കുന്ന എന്റെ സമൂഹമേ, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ, മാറ്റത്തിന്റെ മാറ്റല് മുഴങ്ങട്ടെ, വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റാഴ്ച വീശട്ടെ. വർത്തമാന കാലഘട്ടത്തിലെ ഉമർമാരായി മാറാൻ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കും. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഒന്നുചേരൽ വലിയ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.